തൃക്കാക്കര നഗരസഭ സഹകരണ ആശുപത്രിയോട് ചേർന്ന് കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷൻ നിർമ്മാണത്തിനാവശ്യമായി KMRL വേസ്റ്റ് മാലിന്യങ്ങൾ കൊണ്ടുവന്ന് അടിച്ച് നികത്തുന്ന സ്ഥലത്ത് വെള്ളം കെട്ടിക്കിടക്കുന്ന പ്രദേശം LDFിൻ്റെ നേതാക്കന്മാർ സന്ദർശിച്ചു. ആശുപത്രി അധികൃതരും കൂടെയുണ്ടായിരുന്നു. ഇവിടെ വെള്ളം കെട്ടിക്കിടക്കുന്നത് കൊണ്ട് സാംക്രമിക രോഗങ്ങൾ പടരുവാനുള്ള സാധ്യത വളരെ അധികമാണെന്ന് അവരെല്ലാവരും പറയുകയുണ്ടായി. കൊതുകുകൾ നിരവധി പെറ്റുപെരുകുന്ന അവസ്ഥ ഉണ്ട് പ്രദേശത്ത്. സ്വാഭാവികമായ നീരൊഴുക്ക് തടഞ്ഞുകൊണ്ട് ഈ 6 ഏക്കർ ഭൂമിയിൽ കഴിഞ്ഞ 3 മാസമായി KMRL തുടരുന്ന മണ്ണടി പ്രദേശത്ത് വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ തൊട്ടടുത്തുള്ള സീപോർട്ട് എയർപോർട്ട് റോഡിനും അത് ഭീഷണിയാകുന്നു എന്ന് സംഘം വിലയിരുത്തി. CPIMൻ്റെ ഏരിയ സെക്രട്ടറി AG ഉദയകുമാറും LDFിൻ്റെ നഗരസഭാ നേതാവ് CP സാജലിൻ്റെയും നേതൃത്വത്തിലായിരുന്നു സംഘം പ്രദേശത്ത് സന്ദർശനം നടത്തിയത്. ഇപ്പോൾ ഈ പ്രദേശമാകെ മാറിയിട്ടുണ്ട്. മെട്രോയുടെ മണ്ണിടിയിൽ വന്നപ്പോൾ നിലവിൽ ഒഴുകിപ്പോകാനുള്ള വെള്ളത്തിൻ്റെ സംവിധാനമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് വൃത്തിയാക്കി ക്രമീകരിക്കാനുള്ള നടപടി ഉടനെ എടുക്കണമെന്ന് പറഞ്ഞിട്ട് സാധനം കൊടുക്കുക. കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിന് സമീപം സഹകരണ ആശുപത്രിക്ക് തൊട്ടപ്പുറത്ത് റവന്യൂ പുറമ്പോക്ക് ഭൂമിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലത്താണ്. ഇവിടെയാണ് ഇത്രയധികം വെള്ളം ഇപ്പോൾ കെട്ടി നിൽക്കുന്നതെങ്കിൽ ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയും. കാരണം ഇത് തൊട്ടപ്പുറത്ത് നമ്മുടെ സഹകരണ ആശുപത്രി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. സഹകരണ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന ചികിത്സാ സംവിധാനങ്ങൾ ലഭ്യമാകുന്ന സ്ഥലമാണ്. അവിടെ വരുന്ന ആളുകൾക്ക് പോലും ആരോഗ്യകരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്ന അത്രയേറെ ദുർഗന്ധം വമിക്കുന്ന നിലയാണ് ഇവിടെയുള്ളത്. ഇതൊരു ഘട്ടത്തിൽ ഇങ്ങനെ വെള്ളമായി വന്നു കഴിഞ്ഞാൽ പൊട്ടി അപ്പുറത്തേക്ക് റോഡിന് തൊട്ടപ്പുറത്തേക്ക് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുള്ള ഒരു പ്രത്യേകത നമുക്ക് 2005 നമ്മൾ കണ്ടതാണ്. 2005 ഇതെല്ലാം പൊട്ടി ഒരു ജലബോംബ് പോലെ ആകുന്ന നിലയുണ്ടായി. അന്ന് ജസ്റ്റിസ് ഹരിഹരൻ്റെ നേതൃത്വത്തിൽ ഓംബുഡ്സ്മാനൊക്കെ ഇവിടെ വന്ന അനുഭവവും ചരിത്രമൊക്കെ നമുക്ക് ഈ തൃക്കാക്കരയെ സംബന്ധിച്ചുണ്ട്. ഇത് വീണ്ടും അതേപോലെ തന്നെ പൊട്ടി അപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നിലവിലുള്ള ഡ്രെയിനേജ് സിസ്റ്റം ഇവിടെ അടയ്ക്കപ്പെട്ടതിൻ്റെ ഭാഗമായി വെള്ളത്തിന് ഒഴുകാനുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ടാകുന്നില്ല. എല്ലാ മാലിന്യവും വന്ന് അടിഞ്ഞുകൂടി മലിനജലം പോലെ കിടക്കുകയാണ്. ഇന്ന് കേരളം ഒട്ടാകെ പല രോഗങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. ആ കേൾക്കുന്ന അവസരത്താണ് കളക്ടറുടെ മൂക്കിന് താഴെയുള്ള ഈ പ്രദേശത്ത് കളക്ടറെ ഞങ്ങൾ 2 പ്രാവശ്യം വിളിക്കാനായിട്ട് ബന്ധപ്പെട്ടിട്ടും കിട്ടുന്നില്ല. ADMനെ ഞങ്ങൾ വിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം ഇത് വളരെ അടിയന്തര പ്രക്രിയയോടുകൂടി യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇടപെടേണ്ട ഒരു വിഷയമാണ്. ആ വിഷയത്തിൻ്റെ അകത്ത് ഇതേവരെ പല പരാതികൾ ഹോസ്പിറ്റലിൽ കൊടുത്തു. അതേപോലെ തന്നെ മുനിസിപ്പാലിറ്റിയുടെ മൂക്കിന് താഴെ തന്നെയാണ് ഇതും കാണുന്നത്. ഇതിനൊരു പരിഹാരം പ്രക്രിയയിലേക്ക് ഇടപെടാനായിട്ട് ജനപ്രതിനിധികളോ ബന്ധപ്പെടുന്നില്ല എന്നുള്ളതിലൊരു പ്രശ്നം നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ പ്രശ്നം ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ഇത് ശരിയാക്കിയില്ലെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭങ്ങളിലേക്ക് നാട്ടുകാരെ എല്ലാം അണിനിരത്തിക്കൊണ്ട് പോകേണ്ടി വരുന്ന സ്ഥിതിവിശേഷത്തിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഇത് വീണ്ടും ഒരു ജനബോംബായി ഒരുപക്ഷെ സൃഷ്ടിക്കപ്പെടാം. ഇവിടെ നിന്ന് ഇത് കരകൊഴിഞ്ഞൊഴിക്കാൻ തൊട്ടപ്പുറത്തുള്ള പ്രദേശങ്ങളൊക്കെ വെള്ളത്തിൽ മുങ്ങുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് വരും. വളരെ ഗൗരവമായി കാണേണ്ട ഒരു വിഷയമാണിത്. നമ്മൾ അതിനെ നിസ്സാരവൽക്കരിച്ച് കണ്ടു കഴിഞ്ഞാൽ വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ വലിയ രീതിയിലുള്ള പ്രളയസമാനമായ നിലയിലേക്ക് ഇവിടുത്തെ വെള്ളക്കെട്ട് പ്രശ്നങ്ങളും തൊട്ടപ്പുറത്തെ പ്രദേശങ്ങളെയും ബാധിക്കാനിടയുള്ളതുകൊണ്ട് തന്നെ വളരെ അടിയന്തരമായ ഇക്കാര്യത്തിൽ അധികാരികളുടെ ശ്രദ്ധ പതിയണം. അതിൻ്റെ ബന്ധപ്പെട്ട ആളുകളുടെ അധികാരികളും ചേർന്നുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. തൊട്ടപ്പുറത്ത് ആയിരക്കണക്കിന് മനുഷ്യർക്ക് ഉപയോഗപ്രദമാകുന്ന ഒരു ചികിത്സാ സമ്പ്രദായം നിലനിൽക്കുന്ന ഒരു പ്രദേശത്ത് അതിന് പോലും അസാധ്യമാകുന്ന നിലയിലേക്ക് നിങ്ങൾക്ക് ആശുപത്രിയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അവിടെ ചികിത്സയ്ക്കും OPയിലെത്തുന്ന ആളുകൾക്ക് പോലും അവിടെ അസഹ്യമായ നിലയിൽ ഉള്ള ദുർഗന്ധം വമിക്കുന്ന ഈ പ്രശ്നത്തിൽ അടിയന്തര ശ്രദ്ധ ഇടപെടണം. അല്ലെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭങ്ങളിലേക്ക് CPM നേതൃത്വം കൊടുക്കേണ്ടി വരുമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. സഹകരണ ആശുപത്രി കുറേ നാളുകൊണ്ട് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഞങ്ങളുടെ തൊട്ടടുത്ത് കെട്ടിക്കിടക്കുന്ന മാലിന്യ കൂമ്പാരം. കുറേ ദിവസങ്ങളായിട്ട് മുനിസിപ്പാലിറ്റിയുടെ വേസ്റ്റുകൾ മുഴുവൻ ഡംപ് ചെയ്യുന്നത് ആശുപത്രിയുടെ തൊട്ടടുത്ത മതിലിലാണ്. അതോടൊപ്പം തന്നെ ഇപ്പം മെട്രോയുടെ മണൽ കൂമ്പാരങ്ങൾ അതിൻ്റെ മേളിൽ കൊണ്ടിട്ടപ്പോൾ ഒഴുകി വന്ന വെള്ളം പോലും ബ്ലോക്കായി. അത് നേരത്തെ പോകാനുണ്ടായിരുന്ന ആ പാസേജും അടഞ്ഞിട്ട് വെള്ളം കൂടുതൽ കെട്ടി നിൽക്കേണ്ടി വന്നു. എന്നിട്ടിപ്പോൾ ആ വെള്ളം അടിച്ചു വിടുന്നത് മെയിൻ റോഡിൽ കൂടെയാണ്. റോഡിൽ കൂടെ നടന്നു പോകുന്ന ആൾക്കാർക്ക് ഈ വെള്ളം ചവിട്ടി വേണം പോകാനായിട്ട്. ഈ മാലിന്യങ്ങളും മണൽ കൂമ്പാരങ്ങളും കാരണം ആശുപത്രിയിൽ വരുന്ന രോഗികൾക്ക് ഒരുപാട് കഷ്ടതകൾ സഹിക്കേണ്ടി വരുന്നു. ഈ അസഹ്യമായ ദുസ്സഹന്ധമാണ് പലപ്പോഴും, ദുർഗന്ധമാണ് പലപ്പോഴും സഹിക്കേണ്ടി വരിക. പിന്നീട് പ്രാണികൾ, ഈച്ച, കൊതുക്, എലി മുതലായ പ്രാണികൾ കൂടുതലായിട്ട് വർദ്ധിക്കും. അത് സംബന്ധിച്ചുള്ള രോഗങ്ങളും ഇവിടെ ആശുപത്രി ഞങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഇപ്പോൾ ആശുപത്രി ചുറ്റളവിലുള്ള ആശുപത്രിയുടെ തൊട്ടടുത്ത കോമ്പൗണ്ടിലുള്ള ഈ മാലിന്യ കൂമ്പാരം ഇവിടെ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഞങ്ങൾക്കും വരുന്ന രോഗികൾക്കും എല്ലാം ഒരേപോലെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. അധികാരികളെ പല പ്രാവശ്യം അറിയിച്ചിട്ടും ഇതുവരെ തക്കതായ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അതിന് വേണ്ടതായ എന്തെങ്കിലും ചെയ്യണമെന്ന് ഉത്തരവാദിത്തപ്പെട്ടവരോട് ആവശ്യപ്പെടുകയാണ്. തൃക്കാക്കര നഗരസഭയുടെ ആസ്ഥാനത്തോട് ചേർന്ന് തന്നെയാണ് മെട്രോ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 50 ലോഡ് മണ്ണടിക്കും എന്നുള്ളതാണ് പറഞ്ഞിരുന്നതെന്ന് കഴിഞ്ഞ ദിവസം ADM ഇവിടെ വന്നപ്പോൾ പറഞ്ഞത്. ഈ കിടക്കുന്നത് 50 ലോഡല്ല, ഏകദേശം 1000-ലധികം ലോഡുണ്ട്. ADM-യുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പിന്നീട് പറഞ്ഞത് ഇനി മണ്ണടി ഇവിടെ ഇല്ല എന്നാണ്. എന്നാൽ രാത്രി കാലങ്ങളിൽ ഏകദേശം ഒരു 8:30-9 മണിക്ക് ശേഷം ഇവിടെ വരുന്ന ലോറികൾ, എത്ര ലോറികളാണ് ഇവിടെ വരുന്നത്, ആ ലോറികളിൽ നിന്ന് മണ്ണടിച്ച് ഈ മണ്ണ് ഇവിടെ കൂമ്പാരമാക്കിയിട്ടിരിക്കുക. ഇത് തൃക്കാക്കര നഗരസഭയിലെ കാക്കനാട് പാട്ടുപുരക്കൽ അമ്പലത്തിന്റെ ഭാഗം തുടങ്ങി വരുന്ന വെള്ളം, മഴവെള്ളം പോകുന്ന ഒരു ചാലാണ്. ഈ ചാല് ഇതിനോട് ചേർന്ന് തൊട്ടടുത്തുള്ളത് നഗരസഭയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ വാർഡാണ് തൊട്ടടുത്തുള്ളത്. ഈ ചാല് അടഞ്ഞു പോയാൽ നാളെ സീപോർട്ട് എയർപോർട്ട് റോഡ് ഒഴുകിപ്പോകുന്നത് ഈ വാർഡിലേക്കാണ്. ഇതിനെതിരെ കൃത്യമായ രീതിയിൽ നടപടി ഇനിയും കൈക്കൊണ്ടില്ല എങ്കിൽ ഭാവിയിൽ ഇതൊരു വലിയ അപകടം തന്നെയായി മാറും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൊട്ടടുത്തുള്ളത് തൃക്കാക്കര സഹകരണ ആശുപത്രിയാണ്. ആശുപത്രിയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇത്രയധികം ജനങ്ങൾക്ക് എല്ലാ ദിവസവും എപ്പോഴും വന്നു ചേരാവുന്ന ആരോഗ്യപരമായ വിഷയങ്ങളിൽ ഏറ്റവും സാധാരണക്കാർക്ക് ഉപയോഗിക്കാവുന്ന ഒരു ആശുപത്രിയായിരുന്നു. ഈ ആശുപത്രി പരിസരത്ത് കൂടി ഇന്നിപ്പോൾ വാഹനങ്ങൾക്ക് പോകാനോ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വരുന്ന ആളുകൾക്ക് വരുവാനോ ഒന്നും പറ്റാത്തൊരു സാഹചര്യമാണ് ഇവിടെ കൂടിയ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്ന് ഉണ്ടാകുന്ന ദുർഗന്ധം കൊണ്ട് സംഭവിക്കുന്നത്. അടിയന്തരമായി അധികാരികൾ ഇതിനകത്ത് ഇടപെട്ടില്ല എങ്കിൽ നഗരസഭാ കൗൺസിലർമാരായിട്ടുള്ള ഞങ്ങൾ 18 പേരും ഇതിനെതിരെ പ്രതിഷേധ രംഗത്ത് ഉണ്ടാകും.